നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PMA സലാം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വിവാദമായ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. നേരത്തെ തന്നെ ലീഗിൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. ലിംഗസമത്വത്തിനെതിരെ സ്ത്രീ പുരുഷ ഭേദമുണ്ട്, വിവേചനമുണ്ട് എന്ന് തന്നെയാണ്. ആ രീതിയിൽ തന്നെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് PMA സലാം ഒരിക്കൽ കൂടെ വ്യക്തമാക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സമഗ്രമായി പറയാൻ കഴിയും. ലോകം അംഗീകരിച്ചിട്ടുണ്ടോ? ഇവിടെ രണ്ടും തുല്യാണ്. ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? ഇത് തുല്യരാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യത ഇല്ലാക്കാൻ ശ്രമിക്കുക. പ്രായോഗികമല്ലാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത, മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത്? അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. നിങ്ങളൊക്കെ എത്ര പഴഞ്ചെന്ന് പറഞ്ഞാലും ആ അഭിപ്രായത്തിൽ നിന്ന്, പ്രകൃതിപരമായ അഭിപ്രായത്തിൽ നിന്ന് മാറാൻ ലീഗ് തയ്യാറാണ്. സ്വാലിഹ്, വിരിഷ, വളരെ കൗതുകം തോന്നുന്ന പ്രസ്താവന, അപകടകരമായ ഒരു പ്രസ്താവന. ഭരണഘടന നൽകുന്ന തുല്യനീതി എന്ന അവകാശം അതെന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു പ്രസ്താവനയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തുന്നത്. ബസ്സിൽ സ്ത്രീകൾക്ക് വേറെ സീറ്റല്ലേ നൽകുന്നത്? ആശുപത്രിയിൽ പോയാൽ വേറെയല്ലേ കാണിക്കുന്നത്? സ്കൂളിൽ ഒരു ബെഞ്ചിലാണോ ഇരിക്കുന്നത്? വേറെയല്ലേ? എന്തിനാ ഇത് ലോകം അംഗീകരിക്കുന്നുണ്ടോ? ഒളിമ്പിക്സിൽ പോലും 2 മത്സരങ്ങൾ വെവ്വേറെയായല്ലേ സ്ത്രീകൾക്കും പുരുഷനുമൊക്കെ മത്സരം നടത്തുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതൊരിക്കലും സ്ത്രീ പുരുഷ സമത്വം, തുല്യത എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. അത് വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. ഇത് മുസ്ലിം ലീഗിന്റെ കൂടി നിലപാടാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. മുസ്ലിം ലീഗ് ഒരിക്കലും സ്ത്രീ പുരുഷ തുല്യത അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം PMA സലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഈ പൊതുസമൂഹത്തിന്റെ കയ്യടിക്ക് വേണ്ടി നടത്തുന്ന പ്രസ്താവനകളാണ്. സാമൂഹ്യ നീതിയാണ് ആവശ്യം, അല്ലാതെ സ്ത്രീ പുരുഷ സമത്വമല്ല, തുല്യതയല്ല വേണ്ടത് എന്നാണ് PMA സലാം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ശരി, KT സ്വാലിഹാണ് വാർത്തയുടെ വിശദാംശങ്ങൾ മലപ്പുറത്ത് നിന്ന് പങ്കുവച്ചത്.